In this video, we are going to count the number of vowels in a given string. For that, we have defined a function called count vowels that takes a parameter s. S എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉള്ളൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതായത് s എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട് ആയിരിക്കും. From which we will count the vowels. നമ്മൾ vowels കൗണ്ട് ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് സ്ട്രിംഗ് ആണ് s. കൗണ്ട് vowels എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ. Okay. Now vowels equal to AEIOU, capital AEIOU. This line defines a string called vowels and it contains the lower and uppercase vowels. So this allows the function to compare characters in input string against this list of vowels. Okay. നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിലെ ഓരോ ക്യാരക്ടേഴ്സിന് വവൽസിൽ കൊടുത്ത ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്തതാണ് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു, കൗണ്ട് ഈക്വൽ ടു 0. ആൻഡ് ദിസ് വേരിയബിൾ വിൽ കീപ് ട്രാക്ക് ഓഫ് ഹൗ മെനി വവൽസ് ദ ഫംഗ്ഷൻ ഫൈൻഡ്സ് ഇൻ ദ ഇൻപുട്ട് സ്ട്രിംഗ്. എത്ര വവൽസ് നമ്മൾ ഇൻപുട്ട് സ്ട്രിംഗിൽ ഉണ്ട് എന്നുള്ളൊരു കൗണ്ട് ട്രാക്ക് ചെയ്യുന്നതാണ് ദിസ് വേരിയബിൾ കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്തതാണ് ഫോർ ലൂപ്പ് ഫോർ char in s. അതായത് char എന്ന വേരിയബിളിലേക്ക് എസിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഐട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തതാണ് ദിസ് ഫോർ ലൂപ്പ്. സോ ഹിയർ ദിസ് ഫോർ ലൂപ്പ് is used to iterate over each character in the input string. Okay, so it will check each character one by one. Okay, next നമ്മൾ കൊടുത്തതാണ് ഒരു if condition. അതായത് this line checks if it exists in the vowels. നമ്മൾ കൊടുത്ത ഇൻപുട്ട് സ്ട്രിംഗിലെ ക്യാരക്ടേഴ്സ് വവൽസിൽ ഉണ്ടോന്ന് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് if char in vowels. So if it is a vowel, the condition evaluates to true. നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ് ഫോർ ലൂപ്പിൽ വൺ ബൈ വൺ ആയിട്ട് ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇഫിൽ ചെക്ക് ചെയ്തിട്ട് അത് വവൽ ആണെങ്കിൽ ട്രൂ ആയിട്ട് പ്രിന്റ് ചെയ്യും. സോ ട്രൂ ആവുമ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ മുന്നേ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൗണ്ട് ഈക്വൽ ടു 0. സോ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വവൽ ആണെങ്കിൽ കൗണ്ട് വേരിയബിൾ is increased by 1. Okay. Next, return count. നമ്മൾ ഈ ഫോർ ലൂപ്പിൽ ഐട്രേറ്റ് ചെയ്തിട്ട് ഈച്ച് ക്യാരക്ടേഴ്സ് ഐട്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റത്തെ കൗണ്ട് റിട്ടേൺ ചെയ്യും. അതിനാണ് റിട്ടേൺ കൗണ്ട്. ഓക്കെ, ദ ഫംഗ്ഷൻ റിട്ടേൺസ് ദ വാല്യൂ ഓഫ് ദ കൗണ്ട്. സോ ഫോർ ലൂപ്പ് എല്ലാ ക്യാരക്ടേഴ്സിലൂടെയും ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് it will return the count and it will contains the total number of vowels in the string. Okay, next നമ്മൾ s ലേക്ക് ഒരു ഇൻപുട്ട് ക്യാരക്ടർ കൊടുക്കുകയാണ്, ഒരു ഇൻപുട്ട് സ്ട്രിംഗ് കൊടുക്കുകയാണ് hello and it contains 2 vowels. And next we print count vowels of s. count vowels എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. Number of vowels 2. Okay, next നമുക്ക് വേറൊരു ഇൻപുട്ട് കൊടുത്ത് നോക്കാം. ഈ a ക്യാപിറ്റൽ കൊടുത്ത് നോക്കാം. Okay, it also contains 2 vowels. Okay, so ഇത്രയാണ് ഈ കോഡിന്റെ വർക്കിംഗ്. നമ്മൾ vowels എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് നമ്മുടെ vowelsനെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു, സ്റ്റോർ ചെയ്ത് വെച്ചു. ആൻഡ് കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് സ്ട്രിംഗിലെ ഓരോ ക്യാരക്ടേഴ്സും ഐട്രേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ഇഫ് കണ്ടീഷനിൽ ഐട്രേറ്റ് ചെയ്ത ആ ഓരോ ക്യാരക്ടേഴ്സ് വവൽസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. വവൽസിൽ ഉണ്ടെങ്കിൽ കൗണ്ട് 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ദെൻ റിട്ടേൺ കൗണ്ട്. ദെൻ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും. എസിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യും. And at last function call it. Okay, so
This is how we can find the number of vowels in a string. That's all about the video. Thank you.